ആ നശിച്ച കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ച് നാളും കൂടെ അവൻ്റെ കൂടെ നിൽക്കാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ഖാലിദ്. എൻ്റെ ഉമ്മാക്കും ബാവാക്കും 4 മക്കളാണുള്ളത്. ഞാൻ മൂന്നാമത്തത്. എനിക്ക് മേലെ 2 സിസ്റ്റേഴ്സ്. എനിക്ക് താഴെയാണ് ഖാലിദ് വരുന്നത്. ഉമ്മായും ബാപ്പായും കണ്ടിന്യൂസ്ലി ആദ്യത്തേത് പെൺകുട്ടി, രണ്ടാമത്തതും പെൺകുട്ടി, അങ്ങനെ മൂന്നാമത്തതും പെൺകുട്ടി ആയപ്പോൾ ആൺകുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ഒന്നും അല്ലായിരുന്നു. അന്ന് എന്നെ പ്രസവിച്ചതിന് ശേഷം പ്രസവം നിർത്താൻ വേണ്ടി ഉമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റി. അപ്പം വാപ്പയുടെ ഫാമിലിയിൽ ഇതേപോലെ ആൺകുട്ടി വേണം, വാപ്പ മൂത്ത ആളാണ്. അപ്പം അവർക്ക് ആൺകുട്ടി വേണം എന്നുള്ളത് എന്തോ ഭയങ്കര വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് വാപ്പായെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റിയ ഉമ്മയെ തിരിച്ചിറക്കി 6 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഖാലിദ്. അത് ആൺകുട്ടിയായിരുന്നു. ഉമ്മ എപ്പോഴും പറയുമായിരുന്നു, ഉമ്മ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട് ഇത് ആൺകുട്ടിയാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് അവർ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മുടെ ലൈഫിൽ എൻ്റെ വാപ്പാടെ ഉമ്മയുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്ന ആളാണ് ഖാലിദ്. ചില കാര്യങ്ങൾ ഭയങ്കര നമ്മളെ കോർ മെമ്മറി ആയിട്ട് നമ്മളെ മെമ്മറിയിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതായത് ഈ വീട്ടിലെ ഞാൻ ജനിച്ചു വളർന്ന വീടാണിത്. അപ്പോൾ ഈ വീട്ടിൽ നമ്മുടെ താഴത്തെ റൂമിൽ ഞാൻ എൻ്റെ 2 ഇത്താമാർ, നമുക്കൊരു കുഞ്ഞുമ്മ ഉണ്ട്, സനീന കുഞ്ഞുമ്മ. നമ്മളെല്ലാവരും കൂടി സാരി ഉടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നുവെച്ചാൽ ഞാനൊക്കെ ഉടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോൾ വെച്ചിട്ടാണ് സാരി ഉടുക്കുന്നത്, അവരൊക്കെ ഒറിജിനൽ സാരി. അങ്ങനെ നമ്മൾ സാരി ഉടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ലാൻഡ് ഫോണിൽ ഇങ്ങനെ കോൾ വരുന്നത്, ഉമ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന്. ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഈ സാരിയൊക്കെ ഉടുത്തിരിക്കുമല്ലോ, നമ്മൾ ആ റൂമിൽ കിടന്ന് തുള്ളിച്ചാടി. അപ്പോൾ ആൻഡ് ദാറ്റ് ഡേ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വർക്കല ശിവഗിരി ഹോസ്പിറ്റലിൽ, മിഷൻ ഹോസ്പിറ്റലിലാണ് അവനെ പ്രസവിക്കുന്നത്. അങ്ങനെ അവനെ കാണാൻ വേണ്ടി നമ്മൾ വൈകുന്നേരം ബസ്സിൽ ഞാൻ പോകണതൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ബസ്സിലിരുന്ന് പോകുമ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സൂര്യന് നമ്മളെ കൂടെ മൂവ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിക്ക് ആ നല്ല ഓർമ്മയുണ്ട്. കാര്യം അതൊരു ബീച്ച് സൈഡിൽ കൂടിയാണ് പോകുന്നത്, ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി. അപ്പോൾ ഞാൻ അന്ന് പോയ ആ ഒരു വൈകുന്നേരം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അവനെ കണ്ടതും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അവനെ വീട്ടിൽ നിന്ന് ഡിസ്ചാർജായി അവനെയും കൊണ്ട് ഉമ്മ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടിയെന്ന്, നിലവിളിച്ചുകൊണ്ട് ഓടിയെന്ന്. എന്തിനെന്ന് എനിക്കറിയില്ല. മിക്കവാറും നോർമലി ഞാനന്ന് എനിക്കൊന്ന് 6 വയസ്സ്. അപ്പം വീട്ടിൽ വേറൊരാൾക്ക് അറ്റൻഷനൊക്കെ കിട്ടാൻ പോകുന്നു, എല്ലാവരും അവൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഇത് കൊണ്ട്, വിഷമം കൊണ്ടിട്ടായിരിക്കും ഞാൻ നിലവിളിച്ച് കിടന്ന് ഓടിയത്. വീടിന് ചുറ്റും കിടന്ന് ഓടിയെന്ന് അവൾ പറയുന്നത്. അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഇനി അവൾ തള്ളിയതൊന്നും എനിക്കറിയില്ല. ഇതാണ് അവൻ ജനിക്കുന്ന സമയത്തുള്ള എൻ്റെ മനസ്സിലുള്ള കുറച്ച് മെമ്മറീസുകൾ. നമ്മൾ 3 പേരും അതായത് കുഞ്ഞായിരുന്നപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരുടെ അടുത്തും പോവും. വലിയ കഷ്ടപ്പാടില്ലായിരുന്നു ഉമ്മാക്ക് വളർത്താൻ. പക്ഷേ ഇവൻ ഭയങ്കര കരച്ചിലാണ്, രാത്രിയായാലും പകലാണെങ്കിലും. അതുപോലെ ഉമ്മ അടുത്തല്ലാണ്ട് വേറെ ആരടുത്തും പോകത്തില്ല. ഉമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇവനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവൻ്റെ ചെറുതിൽ. ഉമ്മ ആരടുത്തും പോവാണ്ട് ഭയങ്കര കരച്ചിലും ബഹളം, എപ്പോഴും കരച്ചിലെന്ന് വെച്ചാൽ എപ്പോഴും നിർത്താണ്ട് കരച്ചിലായിരുന്നു. നമ്മൾ 3 പെൺകുട്ടികൾക്ക് ശേഷം കിട്ടിയ ഒരു ആൺകുട്ടി, നമ്മളെ വീട്ടിലെ ഒരേ ഒരു ആൺകുട്ടി. എന്നാൽ പോലും വീട്ടിലങ്ങനെ ഭയങ്കരമായ രീതിയിൽ പരിഗണനയൊന്നും അവനിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മളെല്ലാവരെയും പോലെ 4 മക്കളെന്നുള്ള രീതിയിൽ. അപ്പം എൻ്റെ വീട്ടിൽ വാപ്പ ഉമ്മ, നമ്മളാ ഒരു വീട്ടിൽ അങ്ങനത്തെ രീതിയിൽ വലിയൊരു
സ്പെഷ്യാലിറ്റി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഫാമിലിയിലുണ്ടായിരുന്നു. ഫാമിലി അതായത് വാപ്പയുടെ ഫാമിലിയിലൊക്കെ അവൻ ആൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ അവന് ഭയങ്കരമായ രീതിയിൽ ഒരു കൺസിഡറേഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മക്ക് അതുപോലെ നമുക്ക് ഉമ്മക്ക് പെണ്ണാണ് ആണാണ് അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും ഇല്ലായിരുന്നു. ആൻഡ് അവൻ കൊച്ചിലെ അത്രയും കരച്ചിലും വാശിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളുടെ ക്യാരക്ടർ വളർന്നു വന്നപ്പോൾ എൻ്റയർലി അതുമായിട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു. ഭയങ്കര കാമായിട്ടുള്ള, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത, ഉമ്മായ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കാത്ത. അതായത് ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്, ചോറ് ഉമ്മ ഇട്ട് കൊടുത്താലേ കഴിക്കുള്ളൂ, തുണി കഴുകി കൊടുക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷേ ഇവന് എല്ലാം ഒരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ ഒറ്റയ്ക്ക് അവനങ്ങനെ അധികം ഉമ്മായി ഡിപ്പെൻഡ് ചെയ്യാറില്ലായിരുന്നു. വളരെ എന്താ പറയുക, അങ്ങനത്തെ രീതിയിൽ വളരെ ഒരു കാമായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. അവൻ എന്തെങ്കിലും തരത്തിൽ വീട്ടിൽ ആരോടെങ്കിലും വയലൻ്റ് ആവുകയോ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ അടുത്തായിരിക്കും. യെസ്, ഒബ്വിയസ്ലി. മൂത്ത 2 സിസ്റ്റേഴ്സ് വരും കുറച്ച് നല്ല മൂത്തതാണ്, ഏജ് നല്ല ഡിഫറൻസ് ആണ്. അതുകൊണ്ട് കുറച്ചൊരു മയം ഉണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ. പക്ഷെ ഞാനുമായിട്ടായിരുന്നു ഫുൾ ടൈം അലമ്പ്. നമ്മളിങ്ങനെ പല പല പേരുകളിട്ട് വീട്ടിൽ വരുന്ന ആൾക്കാരും വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു, കീരിയും പാമ്പും അങ്ങനെയൊക്കെ കുറേ പേരുകളിട്ട്. കാര്യം നമ്മൾ കണ്ണിന് നേരെ കണ്ടു കഴിഞ്ഞാൽ അടിയാണ്, പൊരിച്ച മീനിനടി, എല്ലാത്തിനും അടി. സീരിയസ്ലി കണ്ണിൽ കാണുന്ന എല്ലാത്തിനും തമ്മിൽ തല്ലായിരുന്നു. മുടിക്ക് പിടിച്ച് വലിക്കലും ബഹളവും ഫുള്ളടിയായിരുന്നു. അതായിരുന്നു എൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടെ ഒരു പാടുണ്ടല്ലോ, കാണുന്നുണ്ടോ? ആ പാട് നഖം കൊണ്ടിങ്ങനെ അവിടെ ഇങ്ങനെ മുറിഞ്ഞു പോയ പാടാണ്, അതെപ്പോഴും അവിടെ കിടക്കുന്നത്. അവൻ എള്ളിയതാണ്. അങ്ങനത്തെ രീതിയിൽ അക്രമസക്തമായിട്ടുള്ള അടിപിടിയായിരുന്നു ഞാനും അവനുമായിട്ടുള്ളത്. ആൻഡ് നമ്മളെ വീട്ടിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ നടന്നാലും, എത്ര വലിയ സീരിയസ് ഇഷ്യൂസുകൾ നടന്നാലും അതിലിങ്ങനെ ഇടപെടാനോ അനാവശ്യമായിട്ട് അഭിപ്രായം പറയാനോ അതിൻ്റെ പേരിൽ ആരോടെങ്കിലും മിണ്ടാതിരിക്കാനോ പരിഭവം കാണിക്കാനോ ഒന്നിനും അവൻ നിന്നിട്ടില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. എനിക്ക് അവൻ്റെ ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും അവൻ ഇടപെടത്തുമില്ല, അഭിപ്രായം പറയത്തുമില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുന്നത് വരെയും എനിക്ക് അടിപിടി ബഹളം ഒക്കെ തന്നെയാണ് എനിക്ക് അവനുമായിട്ടുള്ള മെമ്മറീസ്. കുറേ എന്താ പറയുക, കുറേ ഇപ്പം ആലോചിക്കുമ്പോൾ ചിരി വരുന്ന കുറേ ഇൻസിഡൻ്റ് ഉണ്ട്. മൂത്തെത്തായിട്ട് എന്തോ ഒരു പ്രശ്നം, അടികൂടി എന്തോ പ്രശ്നമായപ്പോഴത്തേക്കും അവളെന്തോ ഫോൺ എടുത്ത് തലയിലെങ്ങാനും ഒരു ഇടി കൊടുത്ത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി ചോര വന്നു. അപ്പോൾ ആൾക്ക് ഈ ചോരയൊക്കെ ഭയങ്കര പേടിയാണ്. ഈ ചോര കണ്ട് തല കറങ്ങി വീഴാൻ പോയി. അവസാനം ഇവള് അതിൻ്റെ അകത്ത് കുറേ വിക്സ് വാരി പൊത്തി. അങ്ങനത്തെ കുറേ ഫണ്ണി ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ട്. അവന് ഭയങ്കര പേടിയായിരുന്നു, ഇരുട്ട് കുറച്ച് പേടിയായിരുന്നു. കൊച്ചിലേക്ക് പോകുന്ന വെച്ചാൽ കൊച്ചിലെന്ന് പറഞ്ഞാൽ ഒരു 8-9 ക്ലാസ്സിലൊക്കെ അങ്ങനെയൊക്കെ ഇരുട്ടത്ത് പോകാൻ പേടി, ചോര കണ്ടാൽ പേടി, മരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ മുറിയടിക്കുകയും ചെയ്യെങ്കിൽ അവനെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു കൺസേൺ അവന് ആ ഒരു ചെറിയ തരത്തിലൊരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ ആൾ വളർന്നു. പിന്നെ നമ്മൾ ആ കോവിഡ് ടൈമിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ ഒരു ക്വാളിറ്റി ടൈമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാവരുടെ ബർത്ത്ഡേസ്, ബാപ്പാടെ ഉമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി തൊട്ട് കാലിൻ്റെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ, പിള്ളേരുടെ ബർത്ത്ഡേ, ഇത്താടെ ബർത്ത്ഡേ, എല്ലാവരുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നു, നമ്മൾ കട്ട് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അതുകൊണ്ട് കുറേ ഫാമിലി ഫോട്ടോസുകൾ നമ്മളെ കയ്യിലുണ്ട്. അതിലെല്ലാത്തിലും കാലിതുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ ആ ഒരു ടീനേജിലുള്ള പയ്യന്മാരൊക്കെ എപ്പോഴും ഫ്രണ്ട്സുമായിട്ടായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഫാമിലി ഫങ്ഷനിലാണെങ്കിലും വീട്ടിൽ നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളിലൊന്നും അവരുണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും കാലിതുണ്ട്. എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാ ഫോട്ടോസിലും അവനും ഉണ്ട്. അങ്ങനെ ആൾ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞു. അവൻ്റെ +1 കോവിഡ് ടൈമിലായിരുന്നു. അതുകൊണ്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പാസ്സൊക്കെ ആയി, +2 പാസ്സായതിന് ശേഷമാണ് പുറത്ത് പോകാൻ. കാര്യം ഇവിടെ നിന്ന് ഡിഗ്രി പഠിക്കാൻ കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു. സിസ്റ്ററാണ് ഇതേപോലെ കാനഡ, അവളുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്, ഹസ്ബൻഡ് അവിടെ ഉണ്ട്. അപ്പം അവരെ രീതിയിൽ ഇത്താക്ക് പോകാൻ കിട്ടിയ ഒരു അവസരം, അതായത്
അവൾ പോകാൻ വേണ്ടി ട്രൈ ചെയ്ത സാധനം. അപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ അന്ന് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അവൾ ഇവൻ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കാനഡ ഖാലിദിലോട്ട് എത്തുന്നത്. ഫസ്റ്റൊന്നും അവനതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. കാര്യം ഇവിടെ നിന്ന് പോകാനും ഫ്രണ്ട്സിനെ വിട്ടു പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് താല്പര്യക്കുറവുണ്ടായിരുന്നു. പിന്നെ ആൾ ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലും ഇതേപോലെ കൺസൾട്ടൻസിയിലും ഒക്കെ പോയി അതിലോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. എന്ത് വന്നാലും പോകണം എന്നുള്ളൊരു ലെവലിലോട്ടെത്തി. പിന്നെ സ്വന്തമായിട്ട് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതും 1 വർഷം ഡിലേ ആയിപ്പോയി. വിസ വന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞാണ് അവന് പോകാൻ പറ്റിയത്. അതായത് ഈ വർഷം ഓഗസ്റ്റിലാണ് വിസ വന്നതെങ്കിൽ അവന് അടുത്ത വർഷമേ പോകാൻ പറ്റുള്ളൂ. 1 വർഷം ഇവിടെ വെറുതെ നിന്നു. ഞാൻ അന്ന് ഇവൻ ഈ കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ ഈ ഓടുന്ന ഓട്ടത്തിൽ ഒന്നും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്കൊന്നും ഒരു തരത്തിൽ പോലും ആക്ച്വലി അവൻ്റെ കൂടെ ഒന്ന് ബാങ്കിൽ പോകാനോ ഒന്നിനും പറ്റിയിട്ടില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അറ്റ്ലീസ്റ്റ് ഏതാ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവനോട് ചോദിക്കായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്നു വരുന്നു. അതിൻ്റെ ഇടയിൽ അന്ന് ആ കല്യാണത്തിൻ്റെ കുറേ തിരക്കുകളും അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു സൈഡിലോട്ട് ഞാൻ ചിന്തിച്ചിട്ട് അവൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഈ കാനഡ പ്രോസസ്സിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പം കാണാറുണ്ടായിരുന്നു. അപ്പം ആ ടൈമിൽ അവൻ ഇങ്ങനെ സ്വിഗ്ഗിയിൽ വെറുതെ നിൽക്കുന്ന ടൈമിൽ സ്വിഗ്ഗിയിലൊക്കെ പോകുമായിരുന്നു. ആ ടൈമിൽ അവൻ അത്യാവശ്യം ഫ്രണ്ട്സായിട്ട് കുറച്ച് ട്രിപ്പൊക്കെ പോയി. കൊടൈക്കനാൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. ആൻഡ് എല്ലാ പെരുന്നാളിലും ഡ്രസ്സ് എടുക്കും. അതൊരു ഭയങ്കര ഒരു ചടങ്ങാണ് അവനിക്ക്. അവൻ ആ വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും ഡ്രസ്സ് മേടിച്ചിട്ട് അന്ന് ഏതാണോ ട്രെൻഡ് ആ ട്രെൻഡിലുള്ള ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വരുന്നു. വാപ്പാടെയും ഉമ്മാടെയും വായിരിക്കുന്നത് കേൾക്കുന്നു. നമ്മുടെ മുമ്പിൽ അതിട്ടൊരു ഫാഷൻ ഷോ ഉണ്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച്. അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള കുറേ മൊമെൻറ്റ്സ്. അതൊക്കെയാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. പിന്നെ ഞാൻ ഓർക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പിന്നെ അവനുമായിട്ട് യാതൊരു തരത്തിലുമുള്ള മെമ്മറീസ് എനിക്കില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം തൊട്ട് കല്യാണത്തിന് ആ ഒരു തിരക്കിൽ ആ കല്യാണ തിരക്കിൻ്റെ രീതിയിൽ നമ്മൾ സംസാരിക്കുമെന്നല്ലാണ്ട് വേറൊരു തരത്തിലും ഉള്ള ഒരു ഓർമ്മ എനിക്കില്ല. ഞാൻ അവനുമായിട്ട് സംസാരിച്ചതിനെ പറ്റിയിട്ടോ അവൻ്റെ അടുത്തൊന്നിരുന്ന് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തതായിട്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ അത് അവിടുത്തെ വേറൊരു പ്രശ്നം. എനിക്ക് വല്ലപ്പോഴും എന്തെങ്കിലും അവനിങ്ങനെ ഒരു 50 രൂപ തരൂ, 100 രൂപ തരൂ, 200 തരൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതല്ലാണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും. സത്യം പറഞ്ഞാൽ ഞാൻ അവനോട് നിനക്ക് കാനഡയിൽ പോകാൻ ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ പോകുന്നതെന്നോ ഒന്നും ഞാൻ തിരക്കിയിട്ടില്ല. ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൻ്റെ ആ ഒരു ഇതിലായിപ്പോയി, പ്രശ്നങ്ങളിലായിപ്പോയി. അറ്റ്ലീസ്റ്റ് അവിടെ ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് എൻ്റെ റിലേഷൻഷിപ്പ് പോയിരുന്നെങ്കിൽ പോലും ഞാൻ കുറച്ചും കൂടി എൻ്റെ ഫാമിലിയിലോട്ട് എനിക്ക് കുറച്ചും കൂടി ഞാൻ സത്യം പറഞ്ഞാൽ ഉമ്മായെ പോലും വിളിക്കില്ലായിരുന്നു. കാര്യം എനിക്കിങ്ങനെ അത്രയും സ്ട്രെസ്സായിരുന്നു. വിളിച്ച് വിഷമം. ഓൾറെഡി ഞാനവിടെ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്നപ്പോൾ എനിക്കിങ്ങനെ വിളിച്ചിങ്ങനെ എനിക്ക് ഓക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഞാൻ വിളിക്കാറില്ല. അപ്പോൾ പിന്നെ അവനെ ഞാൻ തീരെ വിളിച്ചിട്ടില്ല. ഇതേപോലെ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വിഗ്ഗി ഓടാൻ വേണ്ടി കഴക്കൂട്ടത്ത് വരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ രാത്രിയാണ് ഓടാൻ വരുന്നത്, രാത്രി ടൈമിലാണ് അവൻ ഫുഡ് ഡെലിവറിക്ക് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നീ വാ, ഇവിടെ അടുത്തല്ലേ, വന്ന് ഇവിടെ കിടക്ക്, ഇവിടെ നിന്നിട്ട് രാവിലെ ഉറങ്ങിയിട്ട് നിനക്ക് രാവിലെ വീട്ടിൽ പോകാമല്ലോ, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോ, അവിടെ നിന്ന് നിനക്ക് പോകാൻ എളുപ്പമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഞാനത് പറയുമ്പോൾ ഞാൻ നല്ല രീതിയിലൊന്നും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണമെന്നും അവനവിടെ നിർത്തണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ
ഞാനും അവിടെ അടികൂടി അല്ലെങ്കിൽ ഒരു ദിവസം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവനെ കൊണ്ടുവന്ന എനിക്കവനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനതങ്ങ് കാര്യമായിട്ട് ശ്രമിച്ചില്ല. ഞാൻ ഒന്ന് വിചാരിച്ച് എനിക്ക് അവന് 2 ദിവസമെങ്കിലും അവിടെ അങ്ങ് നിർത്താമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആൻഡ് പിന്നെ ഒരു ദിവസം ബാങ്കിൽ പോയിട്ട് ഉമ്മായായിട്ട് വന്നു. എനിക്ക് അതെൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഓർമ്മയാണ്. അവൻ ഉമ്മായായിട്ട് വന്ന് ഭയങ്കര വെയിലത്ത് വന്ന് സ്കൂട്ടിയിലാണ് വന്നിട്ട് റൂമിൽ ഇങ്ങനെ അവനിങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ട് ആ ബെഡിൽ ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. വൈകുന്നേരമാണ് പോയത്. അത് എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, അവൻ ആ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ എനിക്ക് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ വേറെ ഒരു മെമ്മറി എൻ്റെ മനസ്സിലില്ല. ഇതൊക്കെ അവൻ കാനഡയിൽ പോകുന്നതിന് ഓൾമോസ്റ്റ് ഒരു 1.5 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. കാര്യം അവനൊന്ന് വലുതായി എന്നുവെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു ടൈമിലൊക്കെ. അങ്ങനെ പിന്നെ എൻ്റെ കുറച്ച് ഇഷ്യൂസായിട്ട് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്തൊന്നും എനിക്ക് ഒരു ബോധമില്ല. അവനൊക്കെ ആ ഒരു കാലി എന്ന എൻ്റെ ആ പ്രശ്നം നടക്കുമ്പോഴൊക്കെ അവൻ എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല. സത്യമായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഈ ഒരു സംഭവത്തിനെ പറ്റി ഞാൻ അവനായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ പ്രശ്നമായിട്ട് വീട്ടിൽ വരുന്നു. പിന്നെ ഞാൻ എറണാകുളത്ത് പോകുന്നു. എറണാകുളത്ത് പോയിട്ടും അങ്ങനെ വിളിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്താ പറയുക, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നൊരു സംഭവമാണ്, ഞാൻ ആ വൃത്തികെട്ട റിലേഷൻഷിപ്പിൽ പെട്ടില്ലായിരുന്നു എങ്കിൽ ഇനി കുറച്ചും കൂടി ക്വാളിറ്റി ടൈം എനിക്ക് അവൻ്റെ കൂടെ കിട്ടുമായിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് വന്ന് നിൽക്കാമായിരുന്നു. വീട്ടിൽ കുറച്ച് നാളും കൂടി നിൽക്കാമായിരുന്നു. അവൻ കാനഡയിൽ പോകുന്നതിന് മുമ്പേ വരെ എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമായിരുന്നു. വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു വീട്ടിൽ എനിക്ക് അവനെ കണ്ടുകൊണ്ട് നിൽക്കാമായിരുന്നു. എനിക്ക് ആ ഒരു ടൈമിൽ ഒരു 2 വർഷത്തേക്ക് എനിക്ക് അവനുമായിട്ടുള്ള യാതൊരു മെമ്മറീസും എനിക്കില്ല, മൊമെൻറ്റ്സ് ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമാണിപ്പോൾ. ആൻഡ് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളൊരിക്കലും വിചാരിക്കില്ലല്ലോ, നമ്മൾ കൂടിപ്പോയി വിചാരിക്കും നമ്മൾ വാപ്പായും ഉമ്മായൊക്കെ ഇല്ലാത്തൊരു കാലത്ത് നമ്മളെങ്ങനെ ജീവിക്കും, അവരില്ലാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളെ കൂടപ്പിറപ്പുകൾ നമ്മളെ വിട്ടു പോകും. അവർ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മളവരെ നമ്മളവരെ കാണാറും എന്നുവെച്ചാൽ നമ്മളവരെ കാര്യം അവർ നമ്മളുള്ള കാര്യം മൊത്തം അവർ നമ്മളവിടെ കാണുമെന്നുള്ള ഒരു തോട്ടാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നതല്ലേ. അതുപോലൊരു തോട്ട് തന്നെയായിരുന്നു എനിക്കും. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു, അവനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, എവിടെ ആയിരുന്നാലും അവന് ഹാപ്പി ആയിരിക്കണം, അടുത്തുണ്ടാവണം. അവനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിയും അവന് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലത്ത് അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ സന്തോഷിച്ച് അവൻ നന്നായി കാണണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരെയും ആഗ്രഹം. ഉമ്മയാണെങ്കിലും അതല്ലാണ്ട് അവന് നമ്മൾ കുറേ ബാധ്യതകൾ കൊടുത്തിട്ട് ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അവനെ കയറ്റി അയച്ചത്. അവൻ്റെ ലൈഫ് സേഫാക്കാനും അവൻ്റെ ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവനെ പറഞ്ഞയച്ചത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമുക്കവന് കാര്യം നടക്കില്ല എന്ന് പല തരത്തിലും മുടക്കങ്ങൾ വന്നിട്ടും ലാസ്റ്റ് അവന് പോകാൻ പറ്റി. അപ്പോൾ ഇവൻ പോയി, കാനഡയിൽ പോയി. 2024 ഓഗസ്റ്റ് 20-നാണ് ഖാലിദ് കാനഡയിൽ പോകുന്നത്. ഞാൻ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവൻ്റെ യാത്രയ്ക്കാണ് വീട്ടിൽ വരുന്നതും ആൻഡ് അന്നാണ് ഞാൻ അവനെ അവസാനമായിട്ട് നമ്മളെല്ലാവരും കാണുന്നത്. കാര്യം എനിക്കൊരു ലോങ് ടൈം ഞാൻ അവനെ കാണാതെ ഇരുന്നാണ് ഞാൻ അന്ന് കണ്ടത്. അന്നങ്ങനെ നമ്മളെല്ലാവരും അവനെ യാത്ര അയച്ചു. അറിയില്ല, ഞാൻ അവൻ പോകുന്ന ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്യാമറ വെച്ചിട്ട്. അന്ന് എനിക്ക് ചാനലോ വ്ളോഗിങ്ങോ ഒന്നുമില്ല, പക്ഷേ എന്തോ ഞാൻ ഷൂട്ട് ചെയ്തു. വീട്ടിലെ കാര്യങ്ങളും അവൻ്റെ പെട്ടി പാക്ക് ചെയ്യുന്നതും ഉമ്മ അടുത്ത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ മക്കൾ 4 പേര് 4 സ്ഥലത്ത് പോകാൻ പോകുന്നു.
നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഉമ്മാടുത്ത് ഞാൻ ചോദിക്കുന്ന വീഡിയോ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ, എയർപോർട്ടിൽ എല്ലാവരോടും യാത്ര ചോദിക്കുന്ന വീഡിയോ, അവസാനം അവൻ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ബൈ പറഞ്ഞു പോകുന്ന വീഡിയോ വരെ ഉണ്ട്. അന്ന് ഞാനത് എടുത്തു, ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ആ വീഡിയോസൊക്കെ കാണുന്നത് മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ കാലി പോയതിന് ശേഷം അവൻ പോയിട്ട് അവൻ ആദ്യം പോയത് ടൊറൻറ്റോയിലായിരുന്നു. ഞാൻ ഇത്താടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം അവിടെയാണ് നിന്നത്. അപ്പോൾ അവൻ ആ ചെന്ന ടൈമിൽ അവിടെ അവരോടെ ആയിരുന്നു. അതുകൊണ്ട് അവന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആൻഡ് അവരോട് നിന്ന് എന്നെ ഒരു ദിവസം മഷ്റൂം കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ എല്ലാവരെയും വിളിക്കുകയും സംസാരിക്കുകയും സമയം കണ്ടെത്തി നമ്മളോട് വിളിക്കുകയും സംസാരിക്കുകയും വീഡിയോ കോളൊക്കെ. ഞാൻ ചോദിക്കുന്നത് അവനുമായിട്ട് നേരിട്ട് ഞാൻ സംസാരിച്ചതിനെ കാട്ടിയും അവൻ കാനഡയിൽ പോയതിനു ശേഷം ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ബോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ പിന്നെ തിരിച്ച് അവൻ്റെ കോളേജിൽ പോയി. അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ ക്ലാസ് തുടങ്ങിയപ്പം അവൻ പഠിക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ പോയതിനു ശേഷം ഭയങ്കര വിഷമമായിരുന്നു. ഉമ്മായെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു സമയം ഭയങ്കര സങ്കടമായിരുന്നു. വാപ്പാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഒക്കെ ഭയങ്കര വിഷമമായി. അവന് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പെട്ടെന്ന് തന്നെ അവൻ അവിടുമായിട്ട് സിങ്കായി. പഠിക്കാനാണെങ്കിലും നന്നായിട്ട് കുക്കൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ നിൽക്കുമ്പോഴും എന്തെങ്കിലും അവന് വേണമെന്നുണ്ടെങ്കിൽ ആരുടെടുത്തെങ്കിലും ഉമ്മാടുത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒരു ഭൂരി ഉണ്ടാക്കും. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് എന്താ പറയുക, വിഷമമാവുമെങ്കിൽ എന്തിനാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഇതുവരെ അവൻ മരിച്ചിട്ട് 1 വർഷമാവാൻ പോകുന്നു. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ വിഷമം, അല്ലെങ്കിൽ എനിക്ക് അവനെപ്പറ്റി ഇതുവരെ എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയില്ല, എനിക്കത് അത്രയും ഓപ്പണപ്പായിട്ട് സംസാരിക്കാനൊരു സ്പേസ് എവിടെ ഉണ്ടായിട്ടില്ല. കാര്യം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. അതുപോലെ ഞാൻ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ കൂടുതൽ സഫർ ചെയ്ത് സംസാരിക്കുന്നത് ആക്ച്വലി നമുക്ക് ഭയങ്കര റിലീഫാണ് ഉണ്ടാകുന്നത്. നമ്മളിപ്പം അവൻ്റെ ഒരു കാര്യം, അവൻ്റെ കുറേ മെമ്മറീസുകൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അതിന് നമുക്ക് ചെറിയ വിഷമം ഉണ്ടായി നമ്മളതിനെപ്പറ്റി ഓർത്ത് കരയുമ്പോഴാണെങ്കിലും ആക്ച്വലി നമുക്കതൊരു റിലീഫാണ്. ഉള്ളിലിങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് കുറച്ചതൊന്ന് ഓപ്പൺ അപ്പ് ആകുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ എനിക്ക് ഇന്ന് വരെ അതിന് പറ്റിയിട്ടില്ല. ഞാൻ ആരെടുത്തും എൻ്റെ അത്രയും ഉള്ളിലുള്ള ആ ഒരു കാര്യം എനിക്ക് പറഞ്ഞ് മുഴുപ്പിക്കാനോ അത് പറഞ്ഞൊന്ന് പൊട്ടിക്കരയാനോ എനിക്ക് പറ്റിയിട്ടില്ല ആരെടുത്തും. സോ ഐ ജസ്റ്റ് വാണ്ട് ടു, ഞാൻ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോയിലായിരിക്കും. സോ കം ടു ദ പോയിൻറ്റ്. ഇതേപോലെ അടുക്കളയിൽ ചെന്ന് മാവൊക്കെ കുഴച്ച്, ഈ ഗോതമ്പ് മാവ് കുഴച്ച് നമ്മൾ ഈ ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പരത്തി ഭൂരിയാക്കി. ആൻഡ് അവൻ്റെ ഒരു ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. ഉരുളക്കിഴങ്ങ് കറി എന്ന് പറയുമ്പോൾ കറിയാക്കത്തില്ല, ഇതേപോലെ സവാള, ഉള്ളി, തക്കാളി ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് എണ്ണയിലിട്ട് ജസ്റ്റ് ഫ്രൈ പോലെ ആക്കി കുറച്ച് മസാലപ്പൊടികൾ എല്ലൊക്കെ ആക്കി അവൻ്റെ ഒരു സ്റ്റൈലിൽ അവൻ കഴിക്കുമായിരുന്നു. എനിക്കൊന്നും ഒത്തിരി ടേസ്റ്റ് വെക്കാനൊക്കെ തരും, അല്ലാണ്ട് തരത്തൊന്നും ഇല്ലായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം പോലും ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരു മനുഷ്യനെ പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അതായത് ഇത്രയും ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മരണപ്പെടുന്ന ഒരാൾ തിരിച്ച് നാട്ടിൽ ബോഡി കൊണ്ടുവരുന്നതും അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഇതായിട്ട് പോലും എനിക്കോ എൻ്റെ വാപ്പാക്കോ നമ്മളെ ഫാമിലിക്കോ യാതൊരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കാതെയാണ് അവൻ പോയത്.
അങ്ങനെ അതുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കുക്ക് ചെയ്യാനാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും എവറിത്തിങ് ഹി വാസ് വെരി ഹാപ്പി. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. നമ്മളെപ്പോഴും വിളിക്കുമായിരുന്നു. ഇവിടെ കുളിക്കുകയും നനയ്ക്കുകയും പോലും ചെയ്യില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം സ്കിൻ കെയർ ആയി. ഒരു ദിവസം നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നമുക്കിങ്ങനെ വീഡിയോ കോളിൽ സൺസ്ക്രീൻ കാണിക്കുന്നു, സെറം, അതുപോലെ കാലൊക്കെ നല്ല തേച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നീറ്റായിട്ടൊക്കെ. അപ്പോൾ ഞാൻ അവൻ്റെ നഖമൊക്കെ ഇങ്ങനെ വളർന്ന് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് കണ്ട് സഹിക്കാൻ പറ്റാൻ ഞാൻ വെട്ടിക്കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അത്രയും കെയർലെസ് ആയിരുന്നു. അവിടെ പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മാറി. ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് ഇവൻ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ്റേതായിട്ടുള്ളൊരു ലൈഫായിരിക്കും. ആ പ്രായമല്ലേ, ടീനേജാണ്, അവന് ആ ഒരു ലൈഫായിരിക്കും, വിളിയൊക്കെ കുറവായിരിക്കും. പക്ഷേ ഞാനും ഇത്തായും ഒന്ന് ഇവിടെ എറണാകുളത്ത്, രണ്ടാമത്തെ വേറൊരു സ്ഥലത്ത്, വീട്ടിൽ ഉമ്മ വാപ്പ. പക്ഷേ അവൻ മുടങ്ങാതെ നമ്മളെ വിളിക്കുമായിരുന്നു. ഉമ്മയെ എപ്പോഴും വിളിക്കുമായിരുന്നു, പാപ്പായെ കുറേ നേരം സംസാരിക്കുമായിരുന്നു. 2-3 മണി വരെയൊക്കെ സംസാരിക്കുമായിരുന്നു. നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഇത്തായുമായിട്ട് അവനക്ക് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മറ്റേ പ്രേമഗണേശത്തിൽ നടക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, എന്തായാലും വല്ലതും നടക്കുമോ, വല്ലതും പാച്ചപ്പ് ആവാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. അതിന് ഉപരി അവൻ്റെ ഒരു രീതിയിൽ കുറ്റപ്പെടുത്താനോ ഇല്ലെങ്കിൽ എന്താടി പ്രശ്നം, എന്താ പറ്റിയേ എന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മളിങ്ങനെ ഇറിറ്റേറ്റിങ്ങോ ഒന്നുമില്ല. വളരെ ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവൻ നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിരിക്കും ഇവൻ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയും നല്ലൊരു ക്യാരക്ടറാണ്. ആൻഡ് എനിക്കറിയില്ല ആരുടെ സ്വഭാവമാണ് അവന് കിട്ടിയിട്ടുള്ളത്. പാപ്പാടെയും ഉമ്മയുടെയും സ്വഭാവം ആ ഒരു എവിടേക്കോ, എന്നാലും അവൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, നമുക്ക് ആർക്കും ഇല്ലാത്തൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. നമ്മളെല്ലാവരെയും, നമ്മൾ തമ്മിൽ പല ആൾക്കാരുകൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായാലും നമ്മളെ കണക്ട് ചെയ്യുന്നൊരു കോമൺ ഫാക്ടർ ഇവനായിരുന്നു. കാരണം ഇവൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. അതിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇവന് ആരുമായിട്ടും ഒരു പ്രശ്നമില്ല. പാപ്പായുമായിട്ട് പ്രശ്നമില്ല, എല്ലാവരുമായിട്ടും ചെറിയ രീതിയിൽ ഫൈറ്റ് ഉണ്ടാവുന്നു. അവൻ അടുത്ത ദിവസം തന്നെ അവൻ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ നമ്മളോടൊന്ന് സംസാരിക്കുകയും തമാശ പറയുകയും ആ നടന്ന പ്രശ്നത്തിനെ ഇങ്ങനെ കോമഡിയാക്കി സോറിയൊക്കെ പറഞ്ഞ് ഉമ്മായൊക്കെ ഇങ്ങനെ ഷാനി മിണ്ടു ഷാനി എന്നൊക്കെ പറഞ്ഞ് ഉമ്മയോട് പുറകേ നടക്കും. അങ്ങനെ കോളേജിൽ അതായത് 2 സെക്ഷൻ, അതായത് 2 സെമ്മെന്ന് പറയാൻ പറ്റത്തില്ല, 2 ഇയർ എന്ന് പറയാം. പക്ഷേ 2 ഇയറിലും അത്രയും ഒരു ഇയർ കംപ്ലീറ്റ് ക്ലാസ് അല്ല. പിന്നെ അവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ക്ലാസ് കഴിഞ്ഞ് അവനവിടെ ഒരു മോളിലൊരു ഷൂവിൻ്റെ ഷോപ്പിൽ പാർട്ട് ടൈം ജോബ് കിട്ടി. ഐഫോൺ എടുത്തു. ഭയങ്കര ആഗ്രഹമായിരുന്നു അവനൊരു ഐഫോൺ മേടിക്കണമെന്ന്. മാർച്ചിലോ ഫെബ്രുവരിയിലോ ആണ് അവൻ ഫോൺ മേടിക്കുന്നത്. ഫോൺ മേടിച്ച് ഇങ്ങനെ നമുക്ക് ഫോട്ടോയൊക്കെ അന്ന് ഗ്രൂപ്പിലിട്ട് അയച്ചൊക്കെ തന്നു. ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ട് നമ്മളെല്ലാവരും പറഞ്ഞിട്ട് കിടിലം എന്ന് വെച്ചാൽ ലൈക്ക് അവൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അവൻ എന്തെങ്കിലും ഒരു തരത്തിലൊരു നേട്ടം ഉണ്ടാവുന്നത് എല്ലാം നമുക്ക് കോമൺലി ഒരു നമുക്കുണ്ടാവുന്ന ഒരു വിൻ പോലെയാണ്. അവനിക്കുണ്ടാവുന്ന ഒരു നേട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു നേട്ടം പോലെയാണ്. ആൻഡ് അത് അവൻ്റെ ക്യാരക്ടറിൻ്റെ ഗുണം കൊണ്ടിട്ടാണ് നമുക്ക് എല്ലാവർക്കും സെയിം ഫീലിങ്സ് ഒരേപോലെ തോന്നുന്നത്. അതല്ലാണ്ട് അവനൊരു ആൺകുട്ടി ആയതുകൊണ്ടിട്ടോ അല്ലാണ്ട് അവൻ ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് കൊണ്ടിട്ടോ അല്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് ക്യാരക്ടർ. ആൻഡ് ഐഫോൺ മേടിച്ചു. ആൻഡ് അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ എടുക്കണം, ഒരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏതൊക്കെയോ ലെവൽ എടുക്കണ്ട, നേരെ ലെവൽ 3 എനിക്കറിയില്ല കറക്റ്റ്, ലെവൽ 3 പോയാൽ മതി. അതുകൊണ്ട് അവൻ കൊണ്ടുപോയ ലൈസൻസിൽ എന്തോ ചിപ്പില്ലായിരുന്നു. അപ്പോൾ ചിപ്പ് വെച്ച് ലൈസൻസ് എടുക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നെ അടുത്ത് പറഞ്ഞു ഇടിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഓടിയായിരുന്നു അതിൻ്റെ പുറകെ. കമാൻഡിങ് ഒന്നുമല്ല, ഇടിയൊന്ന് ചെയ്യുകൂടി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളൂ.
ഇപ്പം നാട്ടിലായിരുന്ന സമയത്തൊക്കെ മര്യാദയ്ക്ക് ചെയ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ പോയതിനു ശേഷം അവൻ കംപ്ലീറ്റ്ലി അവൻ നമ്മളോടൊക്കെ ഉള്ളൊരു എന്നോടൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കംപ്ലീറ്റ് മാറി. ഭയങ്കര പൊളൈറ്റായിരുന്നു ആൾ. ആൻഡ് അതൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നോമ്പ് സമയം ഉണ്ടായിരുന്നു. അതായത് ആ വർഷത്തെ നോമ്പിനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഈ വെളുപ്പക്കാലത്ത് എണീക്കില്ല അത്താഴം കുടിക്കാൻ. ഞാൻ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞാൽ ഞാനും ഉമ്മമായും മാത്രം. അപ്പം നേരത്തെ കഴിച്ചിട്ട് പോകും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് അവനെ. എനിക്കറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഓരോ ദിവസം അത്താഴം കുടിക്കാതിരിക്കുമ്പോൾ ഉമ്മാടുത്ത് പറയും കാലീനെ മിസ് ചെയ്യുന്ന ഞാൻ. കാര്യമെന്ന് പറഞ്ഞാൽ അവൻ വീട്ടിലുണ്ടായിരുന്ന സമയത്തുള്ള നോമ്പെന്ന് പറഞ്ഞാൽ ഈ അത്താഴത്തിനൊരു അതൊരു സീനാണ്, ഒരു സിഗ്നേച്ചർ സീനാണ്. കാലത്ത് രാവിലെ ഈ അത്താഴത്തിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത്. ഉമ്മ വിളിച്ച് അവസാനം ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പൊക്കെ ആയിരിക്കും വന്നിരുന്ന് കഴിക്കുന്നത്. അതാ കഴിക്കുന്നത് ഇങ്ങനെ ഉറക്കപ്പിച്ചിൽ വന്ന് ഞാനൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെ ചൊറിയുമ്പോൾ ഇങ്ങോട്ട് കുറേ വഴക്ക് പറയും, എണിച്ച് പൊടിയെന്നൊക്കെ പറയും. എന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട്. ഈ അത്താഴത്തിനൊക്കെ എണീച്ചെന്നിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്ത് എറിയും. അതൊക്കെയാണ് ആ തിന്നുന്നൊരു രീതിയൊക്കെ. അങ്ങനെ എനിക്ക് ആ വർഷത്തെ, അതായത് 2025, അതായത് കഴിഞ്ഞ വർഷത്തെ നോമ്പ് അത്താഴത്തിന് എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ഞാൻ ഇവനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമായിരുന്നു. ഇവൻ വന്ന് ആ ടേബിളിൽ ഇരിക്കുന്നതും അവനമ്മ എഴുന്നേൽപ്പിക്കുന്നതും എല്ലാം ഞാൻ എന്നും പറഞ്ഞാൽ അതുപോലെ പിറ്റേന്ന് വിളിക്കുമ്പോഴും ഒക്കെ ഇവൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് അത്താഴത്തിന് എണീച്ചിരിക്കുമ്പോൾ ഞാൻ ഇവൻ്റെ കാര്യം ആലോചിക്കും, മിസ് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ആ വർഷത്തെ നോമ്പ് കഴിഞ്ഞു. അവിടുത്തെ പെരുന്നാളിന് ബിരിയാണി വെച്ച് ഫോട്ടോയൊക്കെ അയച്ചു തന്നു. അവൻ ആ ബീഫ് ബിരിയാണി വെച്ചത് പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞു ഏപ്രിൽ 18 വെക്കേഷൻ ടൈമാണ്. വീട്ടിൽ ഇത്തായൊക്കെ ഉണ്ടായിരുന്നു, ഒരാളില്ലായിരുന്നു. അന്ന്, അതായത് ഈ ദിവസം കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അവൻ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഇതെങ്ങനെ പറയും, ആര് പറയും, അതൊക്കെ ഭയങ്കര ഒരു വലിയൊരു ചടങ്ങായിരുന്നു അതൊക്കെ. ആൻഡ് കാനഡയിലെ ടൈം ഏപ്രിൽ 18 വെളുപ്പിനെ 2 മണിക്കാണ്. അവന് ഇതേപോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തോന്നി. പിള്ളേരെല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൻഡ് ദ ഡെത്ത് റീസൺ ഇസ് കാർഡിയാക് അറസ്റ്റ്. ഡോക്ടേഴ്സ് മാക്സിമം ട്രൈ ചെയ്തു, CPR കൊടുത്തു, എല്ലാം ട്രൈ ചെയ്തു, പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല. ആൻഡ് ഹീ പാസ്ഡ് അവേ. ആൻഡ് അത് കഴിഞ്ഞു കുട്ടിയോൾ അവിടെയുള്ള കാനഡയിലുള്ള എൻ്റെ ഇത്താടെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ ഷോക്കായി. ഇതെങ്ങനെ നമ്മളോട് പറയും എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആൻഡ് വെരി സൂൺ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അറിയും. അപ്പം അതിനു മുമ്പേ പറയാമെന്നുള്ള രീതിയിൽ എൻ്റെ ഇത്താടെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ ഇത്തായെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ എറണാകുളത്താണ്. അവൾ ആ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ അവരിങ്ങനെ വിളിച്ച് സാവകാശം പറഞ്ഞു. ആൻഡ് ഇവൾ ആരോടും പറഞ്ഞില്ല. കുറേ നേരം ഇവൾ ആരോടും പറഞ്ഞില്ല. അതിനൊക്കെ ശേഷം നമ്മൾ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു ആസ് യൂഷ്വൽ നോർമൽ ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഇവൻ മരിക്കുന്നതിന് ഒരു 2 ദിവസം മുൻപ് തന്നെ എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ കാലിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എനിക്കറിയില്ല നമുക്കിങ്ങനെ പറയും, നമുക്കിങ്ങനെ തോന്നുമെന്നുള്ളത്. എന്നാൽ നമുക്ക് എക്സാക്റ്റ് അത് തോന്നത്തില്ല. ആൻഡ് അതുപോലെ തന്നെ ആ ടൈം എനിക്കത് ഓർമ്മയുണ്ട്. ആ ഒരു ഇവിടുത്തെ നമ്മളെ നാട്ടിലെ 1 മണി 2 മണി സമയമൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ
ബോഡിയൊക്കെ ഒന്ന് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. എന്തോ പോലെ ഫീൽ ചെയ്യുന്നു, മനസ്സിനൊക്കെ ഒരുമാതിരി ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് എന്നാൽ പോലും നമ്മൾ ഇവൻ എന്തെങ്കിലും പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ ആരും വിചാരിക്കുന്നില്ല. ആൻഡ് അന്ന് നമ്മളൊരു നോർമൽ ദിവസമാണ്. നമ്മൾ വാപ്പ ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ കറി വെച്ച് ഞാനും മുത്തായും കൂടി ചപ്പാത്തി ഉണ്ടാക്കി പരത്തി. അന്ന് ഞാൻ ഒരു വീഡിയോ, ഒരു ഐസ്ക്രീം എടുത്ത്, അന്ന് ഞാൻ ഇങ്ങനെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തില്ല, പോസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അവൻ മരിച്ചു കഴിഞ്ഞു, നമ്മളത് അറിയുന്നില്ല. ഞാനൊരു 6 മണി 7 മണി സമയത്ത് ആ വീഡിയോയും ഷൂട്ട് ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി പോയി. ഉമ്മ നമസ്കരിക്കുകയാണ്, വാപ്പ എല്ലാം കഴിഞ്ഞ് വാപ്പ എനിക്കൊന്ന് TV കാണാനിരിക്കുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ മേലെ ഇരിക്കുമ്പോൾ ഫോണിലൊരു കോള് വന്നു. നമ്മളൊരു റിലേറ്റീവാണ് സംസാരിച്ചത്. ഹി ഓൾറെഡി ന്യൂ ദാറ്റ്. അപ്പം ഇന്ന് ഇങ്ങോട്ട് വരുമോ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നെയും ഇത്തായും വിളിക്കുകയാണ്. അപ്പം ഞാൻ എന്തിനാണെന്നുള്ള രീതിയിൽ എനിക്കൊന്ന് ഇഷായും കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അപ്പം ഇവള് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീ ഓഫ് ചെയ്ത് ഞാനും ഇവളും വാപ്പ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി എന്തിനെന്ന് ചോദിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ബേക്ക് സൈഡിൽ കൂടി ഇറങ്ങി ഇപ്പുറത്തെ വീട്ടിലോട്ട് വന്ന് ഞാനും ആസിഫിൻ്റെ രണ്ടാമത്തെ ഇത്തായും കൂടി ഇങ്ങനെ പുള്ളിയോട് ചോദിക്കുകയാണ്, എന്താ പറ്റി. നമ്മളും വളരെ കൂളായിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ എവിടെയും പോലും നമ്മളെ മൈൻഡിൽ ഈ ഒരു സംഭവം ഇല്ല. അവർ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വാപ്പ ഉമ്മ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ ഇത്തായാണ്, അവളും അവിടെ ഉണ്ട്, കാല് കാണും. അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോട്ടേ പോകുന്നില്ല. ആളിങ്ങനെ നമ്മളോട് ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ഒന്നും പറയാണ്ട് അത് എന്നിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളൊന്ന് തിരിച്ചു പൊക്കോ, ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അറിയും എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നു. അപ്പം ഞാനിവളും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ ഇതാണോ കാര്യം അതാണോ കാര്യം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചോദിക്കുന്നു. കാരണം നമ്മൾ അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാനിവളും ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതായത് ഒരു വീട് അപ്പുറമാണ് നമ്മളെ വീട്, ഈ വീടുമായിട്ട്. അപ്പം കുറച്ച് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഭയങ്കരമായൊരു നിലവിളി, ഉമ്മയുടെ കരച്ചിൽ നമ്മൾ കേട്ട് ഞാനും ഇവളും കൂടി ഓടി എരച്ചിട്ട് നമ്മൾ ആ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇത്ത വിളിച്ചിട്ടുണ്ട്. ഇത്തയാണ് അറിഞ്ഞതാകെ. പിന്നെ ഇത്ത വഴിയാണ് ഇവരൊക്കെ അറിഞ്ഞത്. അപ്പം വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഇവൾ ഒരേ കരച്ചിൽ, അവളാകെ പറയുന്നത് കാലി കാലി കാലി, ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഉമ്മ ആണെങ്കിൽ കാലു എന്ന് പറഞ്ഞ് ഉമ്മ കരച്ചിൽ തുടങ്ങി, എൻ്റെ കൊച്ചിനെന്തോ പറ്റിയെന്നും പറഞ്ഞു ഉമ്മ ഭയങ്കരമായിട്ട് കരയുന്ന തോന്നിപ്പോന്നു. പക്ഷേ വാപ്പ അത് കേട്ടതും വാപ്പ ഇങ്ങനെ ഏതെന്നൊന്നും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ. വാപ്പ ഇങ്ങനെ സ്തംഭിച്ച പോലെയായിരുന്നു. കാര്യം വാപ്പ ചിന്തിച്ചാണ് അവനെന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റുകയോ എന്തെങ്കിലും അപകടമാണ്, ഹോസ്പിറ്റലിലാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം പറയും. ഇതേപോലെ വാപ്പ അവന് വയ്യ, അവനിങ്ങനെ ഹോസ്പിറ്റലിലായി എന്ന് പറയും. ഇതൊന്നും പറയുന്നില്ല ഖാലിദിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കരയണമെങ്കിൽ പിന്നെ വാപ്പക്ക് ചിന്തിച്ച് പോകാൻ പറ്റിക്കാണും. നമ്മൾ ഒരു തരത്തിലും ചിന്തിക്കുന്നില്ല. നമ്മൾ മനസ്സുകൊണ്ട് പോലും ഖാലിദ് എന്തു പറ്റിയെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പരതി ഇങ്ങനെ വീട്ടിൽ നിന്ന് കിടന്ന് ഓടുക. ഉമ്മ ഇങ്ങനെ കരയുന്നു. ഞാൻ ഒരു വഴിക്ക് ഇത്തായെ വിളിക്കുന്നു, ഇത്ത എടുക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഇത്താടെ ഹസ്ബൻഡിനെയൊക്കെ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവളിങ്ങനെ പറയുന്നുണ്ട് മച്ചായ വിളി, അതായത് നമ്മളെ രണ്ടാമത്തെ ഹസ്ബൻഡിനെ പുള്ളീനെ വിളിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആളെ വിളിച്ചിട്ടും അവരും ഒന്നും പറയുന്നില്ല. ഒന്നും പറയുന്നതെന്ന് വെച്ചാൽ ആർക്കും ഇത് പറയാൻ വയ്യ. ആരെയും വാ കൊണ്ട് ഇതങ്ങോട്ട് അവൻ മരിച്ചു എന്ന് പറയുന്ന കാര്യം ആർക്കും പറയാൻ പറ്റുന്നില്ല. നമ്മളിത് എന്താണെന്ന് അറിയാണ്ട് ഞാനും എൻ്റെ ഇത്തായും കൂടി പരതി ഓടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭ്രാന്ത് പിടിച്ചോടി. അവസാനം ഞാൻ കുറച്ച് നേരം ഇരുന്ന് എന്ത് ചെയ്യും, ആരോട് ചോദിക്കും ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. ഞാൻ അവൻ്റെ ഒരു കൂട്ടുകാരീൻ്റെ നമ്പർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അറിയാം, നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്.
ഞാൻ ആ കുട്ടീനെ വിളിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കോൾ ചെയ്തു. പക്ഷെ എടുത്തു. ഞാൻ ചോദിച്ചു, എന്താ മോളെ പ്രശ്നം, ഖാലിദിന് എന്തോ പറ്റി എന്ന് ഞാൻ ചോദിക്കുന്നു. ആൻഡ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ അവനിങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കുറച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മൾ ആംബുലൻസ് വിളിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, രക്ഷിക്കാൻ പറ്റിയില്ല എന്ന്. എനിക്ക് അന്ന് മനസ്സിലായൊരു കാര്യമാണ്, നമ്മളെ മനസ്സിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യൂല. എന്നിട്ടും ഞാൻ ഇങ്ങനെ പറയാണ്, ഡോക്ടർമാരുടെ അടുത്ത് നല്ലോണം നോക്കാൻ പറ, രക്ഷിക്കാൻ പറ്റൂലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുക. ആൻഡ് ഞാൻ പിന്നെ ചോദിച്ചു, അവൻ എന്തോ പറ്റി എന്ന് പറഞ്ഞപ്പോൾ അറിയില്ല ചേച്ചി, നമുക്കിനി ഓട്ടോപ്സി ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഇത് ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ആണ് എന്നുള്ള രീതിയിലും ഞാനങ്ങോട്ട് ചിന്തിക്കാൻ മനസ്സിന് വിട്ടുകൊടുക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്ത് ആ സ്പോട്ടിൽ ഞാൻ കുറച്ച് നേരം ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു. പിന്നെ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇത്. ഉമ്മടുത്ത് ഇതെങ്ങനെ പറയും? ഇത്തടുത്ത് ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു, അവളടുത്ത് പറഞ്ഞു, എടി പോയി. ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മളെ കരച്ചിലൊക്കെ കേട്ട് അപ്പുറമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരൊക്കെ ഉമ്മടുത്ത് പറയരുത്, കരയരുതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിലായി, വാപ്പാക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ്. വാപ്പ കൂടുതലൊന്നും ആരെയും വിളിക്കുന്നുമില്ല, ആരോടും ചോദിക്കുന്നുമില്ല. വാപ്പാക്ക് മനസ്സിലായി. ഞാൻ വാപ്പായെ പോയി കെട്ടിപ്പിടിച്ച് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞ്. പിന്നെ ഇത്ത വന്നു എറണാകുളത്തുനിന്ന്. നമ്മൾ 3 പേരും കൂടെ ഇരുന്ന് ഉമ്മടുത്ത് പറഞ്ഞു. ഉമ്മയുടെ അന്നത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഞാനിപ്പോഴും പറയും, ഒരിക്കലും ആർക്കും ഇങ്ങനത്തെ ഒരു നമുക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴും എന്തെങ്കിലും ഒക്കെ മരിച്ചു, ഒരു ദിവസം അവനൊന്ന് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന ന്യൂസാണ് നമ്മൾ അറിഞ്ഞത്, അല്ലെങ്കിൽ അവന് വയ്യാണ്ടായി, അങ്ങനെ എന്തെങ്കിലും കൂടിയൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും നമുക്കൊന്ന്, അല്ലെങ്കിൽ അവനൊന്ന് വയ്യാണ്ട് കിടന്ന്, ഇത് നമ്മൾ നേരെ അറിയുന്നത് നമ്മൾ ആ മരണ വാർത്തയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ ആരോ ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ ന്യൂസ് വന്നു, കാനഡയിൽ മലയാളി വിദ്യാർത്ഥിനി മരിച്ചു. എനിക്ക് ആ ദിവസം സത്യം പറഞ്ഞാൽ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയും സ്കേറി ആയിട്ടുള്ള ഒരു നൈറ്റായിരുന്നു. നമുക്കിങ്ങനെ ഒരു രാത്രി വെളുക്കാത്ത പോലെ തോന്നത്തില്ലേ? ആ രാത്രിക്ക് അത്രയും ദൈർഘ്യം ഉണ്ടായിരുന്നു. എങ്ങനെ നേരം വെളുപ്പിച്ചെന്നറിയില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ എപ്പോഴൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് പള്ളിയിൽ വിളിച്ചു പറയുന്നതാണ്. അവൻ്റെ പേര് വിളിച്ച് പറയുന്നതിന് മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ അവൻ്റെ പേര് ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറയാലോ, എനിക്ക് ആ ഒരു അവസ്ഥയൊന്നും ഒരിക്കലും വാക്കുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തു തരാൻ പറ്റത്തില്ല. അത്രത്തോളം ഞാനൊക്കെ ഇങ്ങനെ ഭയങ്കര അബ്നോർമലായിട്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും അബ്നോർമലായിട്ട് ഉമ്മടുത്ത് പോയിരുന്ന് കരയാൻ, എന്തു പറയുക, അവരടുത്ത് പോയിരുന്നു. ആരും എനിക്ക് വാപ്പായും ഉമ്മായും കാണുന്നത് എനിക്ക് അത്രയും എങ്ങനെ ആ ദിവസങ്ങൾ നമ്മൾ തള്ളി നീക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം അവൻ അവിടെ ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് ഒരു അനാഥനെ പോലെ
അവിടുത്തെ മോർച്ചറിയിൽ കിടക്കുന്നു. അതൊക്കെ ഞാൻ അന്നൊക്കെ മനസ്സിലാവുന്നത്, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് എങ്കിൽ അവർ മരണപ്പെട്ടാൽ പോലും നമുക്ക് എന്താ പറയുക, അവരോടുണ്ടാവുന്ന ഒരു എന്താ പറയുക, നമുക്കൊരിക്കലും, അതായത് അവനവിടെ ഒറ്റയ്ക്കാണ്, അവനവിടെ, ഞാൻ ഇങ്ങനെ കാനഡയിലെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് അവൻ്റെ അടുത്ത് ഒന്ന് അവൻ്റെ അടുത്ത് അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം നമ്മുടെ മനസ്സിലൊരിക്കലും അത് അവൻ പോയി അവന് ജീവനില്ല എന്നുള്ള രീതിയിലൊന്നും തോട്ട് പോകത്തില്ല ഒരിക്കലും. ആൻഡ് നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആദ്യം അവിടെ അടക്കണമെന്നൊക്കെ കുറച്ച് തീരുമാനങ്ങളൊക്കെ വന്നു, പിന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണമെന്നുള്ളൊരിതിൽ 17 ദിവസത്തിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ പറ്റി. സാധാരണ മാസങ്ങളെടുക്കുന്നതാണ്. 17 ദിവസം എൻ്റെ വീട്ടിൽ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ വീട്ടിലൊരാൾ മരിച്ച് നമ്മൾ പിറ്റേ ദിവസം അവരടക്കം ചെയ്യുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിലെല്ലാവരും പിരിഞ്ഞു പോകുന്നു. അതാണ് സാധാരണ സംഭവിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഒരു വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ദിവസത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ 17 ദിവസമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 17 ദിവസവും. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, എനിക്കറിയില്ല എങ്ങനെയാണ് നമ്മളെല്ലാവരും, നമ്മളുമ്മ വാപ്പ എൻ്റെ സഹോദരങ്ങൾ എങ്ങനെ ആ ദിവസങ്ങൾ തള്ളി നീക്കിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ നമ്മളതൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അവനെ കൊണ്ടുവരുന്ന ദിവസം കൊണ്ടുവന്നു. ആൻഡ് എൻ്റെ വാപ്പ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ, ഇതേപോലെ ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് ഞാൻ വരുമ്പോഴോ വരുമ്പോഴോ ഒക്കെ ഈ വേർ ഈസ് മൈ ട്രെയിനിൽ വാപ്പ ഇങ്ങനെ സ്ഥലം നോക്കിയിരിക്കും. നമ്മൾ ട്രെയിനിൽ കയറി എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും വാപ്പ ആയിരിക്കും വിളിക്കാൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. വാപ്പ ഇങ്ങനെ ഈ ആപ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളെവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ അന്ന് ഇവനെ ഇങ്ങനെ കൊണ്ടുവരുന്ന തലേ ദിവസം, അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും, ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത്, കാര്യങ്ങളും ഫ്ലൈറ്റ് നമ്പറും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴോ ഒരു ആവശ്യത്തിന് ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് കയറിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വാപ്പ ആ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കത് എന്താ പറഞ്ഞാൽ, ഐ വാസ് ലൈക്ക് തിങ്കിങ്, കുറച്ചുകൂടി ഒരു വാപ്പാക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കല്ലേ. അതുപോലെ തന്നെ അവൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ അത് എയർപോർട്ടിൽ പോയി സൈൻ ചെയ്ത് മേടിക്കാൻ എൻ്റെ വാപ്പാക്കേ പോകാൻ പറ്റുള്ളൂ. എൻ്റെ വാപ്പ അത് പോയി എങ്ങനെ അത് ഒപ്പിട്ട് മേടിച്ചു. ആൻഡ് ഐ കാൺ ഈവൻ ഇമാജിൻ പുള്ളിക്കാരൻ ഗോ ത്രൂ ചെയ്തു പോയ ആ ഒരു സിറ്റുവേഷൻ എന്തുമാത്രം പെയിൻഫുള്ളായിരിക്കും. അതുപോലെ നല്ല രീതിയിൽ നമ്മൾ കയറ്റി വിട്ട് അവന് പാപ്പാക്ക് ഇങ്ങനെ വിളിക്കാൻ പോകേണ്ടി വന്നല്ലോ. ആൻഡ് ദിസ് ഓൾ. പക്ഷേ നമ്മളെല്ലാവരും ആ ഒരു സിറ്റുവേഷനിൽ ആരും കംപ്ലീറ്റ്ലി മൈൻഡ് ഔട്ടായി പോവാതെ മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. നമുക്കെല്ലാവർക്കും ഇത്തിരി പോലെങ്കിലും കാണാൻ പറ്റി. ഇത്തിരി ഒരു മിന്നായം പോലെ ഭയങ്കരമായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല, പോലെ കാണാൻ പറ്റി. ഇപ്പോഴും അവൻ്റെ മുടി ഇങ്ങനെ ഇതേപോലെ, അവന് നല്ല മുടിയുണ്ട്, അവന് മുടി വളർത്തപ്പോൾ എൻ്റെ ഇത്ര ഈ ഒരു മുടിയൊക്കെ എന്നെക്കാട്ടിയും മുടിയുണ്ടെന്ന് തോന്നുന്നു അവനിക്ക്. ആ മുടിയൊക്കെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ, സീരിയസ്ലി അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നൂല. അവൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആ പറഞ്ഞ 2003 ഡിസംബറിൽ അവൻ ജനിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ഫീലിങ്സ്, ആൻഡ് അവൻ മരിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ഫീലിങ്സ്, അവൻ്റെ ഒരു 21 വർഷത്തെ ജീവിതം. ആൻഡ് അവൻ്റെ ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നിട്ട് അവൻ അതിന് മാത്രം ഭയങ്കരമായ രീതിയിലൊരു ബെറ്റർ ലൈഫൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രഗ്ലിങ് തന്നെ ആയിരുന്നു, നല്ല രീതിയിൽ സ്ട്രഗ്ലിങ് തന്നെ ആയിരുന്നു.
നമ്മളെ വീട്ടിലാണെങ്കിലും അങ്ങനെ ഭയങ്കരമായ രീതിയിൽ നമ്മളെ പാമ്പർ ചെയ്ത് നമുക്ക് ചോദിക്കുന്നതെല്ലാം നമ്മളെ കയ്യിൽ വെച്ച് തന്ന് അങ്ങനത്തെ രീതിയിലൊന്നും നമ്മളെ ശീലിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ട്, നമുക്ക് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ വി ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ്. നമ്മൾ ഏൺ ചെയ്യണം, നമ്മളെ ആഗ്രഹങ്ങൾ അങ്ങനെ വേണം നടത്തിയെടുക്കേണ്ടത് എന്നുള്ള ഒരു ഇത് എല്ലാവരുടെ മനസ്സിലും അതുപോലെ അവൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ ഒരു ലൈഫിൽ ആ സ്റ്റേജിലോട്ട് കയറി ഏണിങ്സ് തുടങ്ങി. അവൻ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല, ഒരല്പം പോലും അവൻ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അവനാ മരിക്കുന്ന ഒരു ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. ആ കുറച്ച് ദിവസങ്ങളിലൊക്കെ പാർട്ട് ടൈം ജോലി കിട്ടിയതാണെങ്കിലും ക്ലാസ് കഴിഞ്ഞു, അവനത് പാസ്സായി, നല്ല മാർക്കോടുകൂടി പാസ്സായി. ആൻഡ് നമുക്ക് പിന്നീട് നമുക്ക് അറിയാൻ പറ്റിയ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഹി വാസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. ആ കോളേജിൽ അവൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിരുന്നു അവൻ. എല്ലാവർക്കും നല്ല അഭിപ്രായം അവനെപ്പറ്റി, അവൻ്റെ സ്വഭാവത്തെപ്പറ്റി. മരിച്ച ശേഷമാണ് ഇവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കാണുന്നതും അവൻ എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചു നോക്കും. കാര്യം അത്രത്തോളം പയ്യന്മാരാണ് ഇവനെ കാണാൻ വന്നതും നമ്മളെ വീട്ടിൽ വന്നു പോയിട്ടുള്ളതും. അപ്പോൾ ഇവരിങ്ങനെ നമ്മളോട് വന്നിരുന്ന അവൻ്റെ കാര്യങ്ങളും അവൻ്റെ കുറേ വീഡിയോസുകളൊക്കെ കാണിച്ചു തരുമ്പം ലൈക്ക് അവൻ അത്രയും എന്താ പറയുക, വളരെ നല്ലൊരു, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, ആരെയും വെറുപ്പിക്കാത്ത, ദിസ് ഈസ് എ എക്സാക്ട് വേർഡ്. ഞാൻ അവനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അവനെപ്പറ്റി പറയുകയാണെങ്കിൽ അവൻ ഒരൊറ്റ വാക്കിൽ എനിക്ക് പറയാൻ, ആരെയും വെറുപ്പിക്കാത്ത ഒരാൾ, ആരെയും വെറുപ്പിച്ച് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്ത ഒരാൾ. ലൈഫ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അതായിരുന്നു കാലത്തിൻ്റെ ഒരു ജേണി. ഒരു വർഷമാവുമെന്ന് സ്റ്റിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൻ ഈ ഭൂമിയിലില്ല എന്നുള്ളൊരു കാര്യം. ഒരു പക്ഷേ അവൻ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കവെയാണ് അവൻ മരിച്ചു പോകുന്നത് എങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേനെ. ഓക്കെ, നമ്മളെ ഇന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമുക്ക് നാളെ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ കിടന്ന റൂമും വളരെ കുറച്ചും കൂടി നമുക്ക് ആ ഒരു വേദന നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കി വിഷമിച്ച് തീർക്കാൻ പറ്റിയേനെ. ഇത് നമ്മൾ ആ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വന്നപ്പോൾ അവൻ അവിടെ കാനഡയിലുണ്ട്. കാര്യം ഒരു നിമിഷം ഇതിൽ നിന്ന് ആലോചിക്കുമ്പോഴാണ് അയ്യോ അവൻ മരിച്ചല്ലേ എന്ന് ആലോചിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. നമ്മളിങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളവൻ മരിച്ചു എന്നുള്ളൊരു കാര്യം, അവൻ ഈ ഭൂമിയിലില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ മനസ്സ് അനുവദിക്കുന്നില്ല. അത് ഇന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ പോലും അവൻ ഈ ഭൂമിയിലില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻഡ് അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ചില ആൾക്കാർ മേ ബി നമ്മളെ കണ്ണീരിൻ്റെ അളവനുസരിച്ചിട്ടും നമ്മൾ വിഷമിച്ചിരിക്കുന്നതിൻ്റെ ദൈർഘ്യം വെച്ചിട്ടും ഒക്കെ ആയിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വർഷം ഞാനും എൻ്റെ കുടുംബവും കടന്നു പോയ വെരി 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 ബാഡ് കണ്ടീഷൻസിലൂടെ ആയിരുന്നു. ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എനിക്ക് മരിച്ചു കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ എന്താ പറയുക, ഒരു മരവിച്ചൊരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. ആൻഡ് ലൈഫ് ഈസ് വെരി ഷോർട്ട്. നമുക്ക് ലൈഫ് അത്രയേ ഉള്ളൂ, ജീവിക്കണം എന്നുള്ളൊരു തോട്ട് വന്നു. ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്തു, സത്യം പറയാമല്ലോ. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, വ്ളോഗ് ചെയ്യുന്നു, LLBക്ക് ചേരുന്നു, ഭയങ്കര എനർജി, ഭയങ്കര ആക്റ്റീവ് ആകുന്നു, എല്ലാം ചെയ്യുന്നു. എന്നാൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അതിന് ശേഷം അതായത് കാലത്ത് മരിക്കുന്നതിന് മുമ്പത്തുള്ള വീഡിയോ ഈ ഇടയ്ക്ക് ഞാൻ എന്തോ മിന്നായ പോലെ ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എത്രത്തോളം ഇപ്പം മാറി എന്നുള്ളത്. അതിൽ ഞാൻ ചിരിക്കുന്നതും അതിൽ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ഒക്കെ വളരെ ജെന്യൂനായിട്ടായിരുന്നു. ഐ ക്യാൻ സീ ദ റിയൽ മീ.
ഇപ്പോൾ ഞാൻ എന്തൊക്കെയോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചിരിക്കുന്ന പോലെ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ഈ ഞാൻ പോലും ഞാനല്ല, എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാൻ വളരെ എനർജി, എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ എനർജി ആയിരുന്നു. ഞാൻ ഒരു സമയം അടങ്ങിയിരിക്കില്ല. ഞാൻ ഇങ്ങനെ ചാടി ചാടി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് ഞാൻ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു, എനിക്കത് നഷ്ടപ്പെട്ടു. എൻ്റെ പഴയ പോലെ അല്ല. എല്ലാവരും മാറിയിട്ടുണ്ട്, എല്ലാവരുടെ ജീവിതവും മാറിയിട്ടുണ്ട്. ആൻഡ് ഞാൻ പറയാം, ഈ ഒരു വർഷത്തിനിടയിൽ എനിക്കിതുവരെയും സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ത് നടന്നിട്ടും ചാനൽ തുടങ്ങി, ഒരു മാസത്തിനുള്ളിൽ ചാനൽ മോണിറ്റൈസ്ഡായി, വീഡിയോ ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടി നല്ല റീച്ചിൽ ചില വീഡിയോസുകൾ പോയി, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വന്നു, ഇൻസ്റ്റഗ്രാമിൽ നല്ല കുറേ വീഡിയോസിന് റീച്ച് പോയി, എല്ലാം ചെയ്യാൻ പറ്റും. ഇതൊന്നും സ്വപ്നത്തിൽ പോലും നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല. LLBക്ക് കയറി, ഇതാ ഒരു വർഷം കഴിയാൻ പോകുന്നു, അടുത്ത വർഷം സെക്കൻഡ് ഇയർ ആവാൻ പോകുന്നു, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പം ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും എൻ്റെ മുമ്പിലുണ്ട്, ഞാനത് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇതിലൊന്നും എവിടെയും എനിക്ക് ഒരു സന്തോഷവും ഇല്ല. ആൻഡ് ഐ ലോസ് മൈ ഹാപ്പിനെസ്. ഞാൻ അതിനുശേഷം മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല. എനിക്ക് ആരെയും കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് തോന്നുന്ന ഫീലിങ്സൊക്കെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യും. എന്താ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, എന്താ അങ്ങനെ ഫീൽ ചെയ്യുന്നതൊക്കെ ഞാൻ റിസർച്ച് ചെയ്യും. അപ്പം എൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആ മരിച്ചതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങളിൽ എനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു എനർജിയും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസും എനിക്ക് എവിടെ നിന്ന് കിട്ടി, ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടും എന്നുള്ള രീതിയിൽ. അത് പിന്നെ ഞാൻ വീക്കായിപ്പോയി. പിന്നെ ഞാൻ അതിനുശേഷം എൻ്റെ വീഡിയോസ് ഞാൻ വേണമെന്ന് വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. ആൻഡ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിൽ എന്തുമാത്രം വീഡിയോസ് ഞാൻ ഇപ്പോഴും എഡിറ്റ് ചെയ്യാത്തത് എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് എനിക്ക് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ പോലൊരു ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇതുപോലത്തെ ഒരാൾ നമുക്ക് മരണപ്പെട്ടു പോവുകയോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സ്, അതായത് നമ്മളെ മൈൻഡ്, നമ്മളെ ബോഡിയൊക്കെ ഒരു സർവൈവൽ മോഡിൽ, അതായത് നമ്മളൊരു വലിയ ദുരന്തത്തിലോട്ട് നമ്മൾ വലിയൊരു വീഴ്ചയിലോട്ട് പോവാതെ നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഭയങ്കര എനർജി ആയിരിക്കും, നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതായിരിക്കും റീസൺ. പിന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു വിഷമം ഭയങ്കരമായി ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയതും. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അവൻ്റെ കാര്യം ആലോചിക്കുന്നു, സ്റ്റക്കാവുന്നു, പിന്നെ അവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങാൻ അത്രയും കഷ്ടപ്പാടാണ്. ഞാൻ ഇത്രയും കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയി, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു സ്ട്രഗിളിങ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് എൻ്റെ മനസ്സെത്തുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്നതല്ല, നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ ഒരാൾ ചിരിച്ച് കാണുന്നു, നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അവർ ആക്ച്വലി എന്താണ് ഗോ ത്രൂ ചെയ്യുന്നതെന്ന്. സോ ഡോണ്ട് ജഡ്ജ് വിത്ത് ജസ്റ്റ് 30 seconds ഓഫ് എ റീൽ. നമ്മൾ അനുഭവിക്കുന്നതെന്നാണ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ ഫാമിലിയിൽ ഇതിനു മുമ്പും ഒരു കസിൻ മരിച്ചിട്ടുണ്ട് ആക്സിഡൻറ്റിൽ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെപ്പോഴാണ് ഓക്കെ ആയത്, എങ്ങനെയാണ് ഓക്കെ ആയത് എന്നൊക്കെ. കാര്യം അത്രയ്ക്കും പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ, അത്രയ്ക്കും സ്ട്രഗിളിങ് ആയ ഒരു ടൈമിലാണ് ഞാൻ അവരോടൊക്കെ ചോദിച്ചത്. അവരിവിടെ ഉള്ളതല്ല, സിംഗപ്പൂരാണ് ഫാമിലി ഫുള്ള്. അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു 2 years അങ്ങനെയൊക്കെ തന്നെയാണ്, ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ ആയി വരുമെന്ന് പറഞ്ഞു.
and we are just trying to learn to live without him. അതാണിപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓരോ ലൈഫിൽ എന്തെങ്കിലും ഞാനൊരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വ്യൂ കാണുമ്പോൾ, നല്ലൊരു നേച്ചർ, നല്ല ഭംഗിയുള്ളൊരു സാധനം കാണുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഖാലിദാണ്. ഇവനിത് കഴിച്ചിട്ടുണ്ടാവോ? നമ്മൾ ഈ ഭൂമിയിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അവൻ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? അവൻ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോ? അവന് വേണ്ടത്ര രീതിയിൽ അവന് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും അവന് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഒന്നും നമുക്കറിയില്ല. ആക്ച്വലി അവസാനമായിട്ട് അവനോട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ മായ നമ്മളെയൊക്കെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെ അവൻ വിളിച്ചില്ല, പിന്നെ അവനില്ല. ആദ്യമൊക്കെ കുറച്ചും കൂടെയൊക്കെ സ്പിരിച്വലി ചിന്തിച്ചിട്ട് അവന് എവിടെ ആയിരുന്നാലും സമാധാനം ഉണ്ടാവണം, ദ ബെസ്റ്റ് അവൻ ഉണ്ടാവട്ടെ എന്നൊക്കെ പറയും. പിന്നെ അതൊന്നും ആലോചിച്ച് പിന്നെ സമാധാനം കിട്ടാതെയായി. എനിക്കിപ്പോഴും അവൻ്റെ ഖബറിൽ പോകുമ്പോൾ പോലും എനിക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ഞാനിങ്ങനെ ഓക്കെ, ഇത് അവൻ്റെ ഖബറാണല്ലേ, ഓക്കെ, ഖാലിദിനെ എവിടെയാണല്ലേ അടക്കിയത്. കാര്യം നമ്മൾ മനസ്സുകൊണ്ടിട്ട് അവൻ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അത് ചിന്തിക്കുള്ളൂ. നമ്മൾ ആ ഒരു ഞാനൊക്കെ ഇങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഖബറിൽ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായൊരു മോശം സാഹചര്യത്തിൽ കൂടെയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇത്താളത്ത് പറയും, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്നങ്ങ് പൊട്ടി കരയാം, കുറച്ച് നമുക്കിരുന്ന് കരയാമെന്നൊക്കെ ഞാൻ പറയും. കാര്യം ഉള്ളിൽ ഭയങ്കരമായ സങ്കടമുണ്ട്, അവനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജീവിക്കുകയും വേണം. എന്ത് കാര്യത്തിലും എന്ത് ചെയ്തിട്ടും ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഇനി കിട്ടില്ല എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അവനോട് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാമായിരുന്നു, അവൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാമായിരുന്നു, അവൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചറിയാമായിരുന്നു. ആ ലാസ്റ്റത്തെ സമയങ്ങളിലും പോകുന്നതിന് മുമ്പത്തെ സമയത്തിലൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഫോക്കസ്ഡ് ആയിരുന്നു, എൻ്റെ പ്രശ്നങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ അവനൊരു നല്ല രീതിയിലൊരു യാത്ര പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് കംപ്ലീറ്റ്ലി അവന് വേണ്ടി അവൻ്റെ കൂടെ നിന്ന് അവനെ നല്ല രീതിയിലൊന്ന് ചേർത്ത് പിടിച്ച് പോയിട്ട് വാടാ ഉള്ളിൽ നിന്നൊന്നും പറയാൻ പറ്റിയില്ല. കാര്യം മൈൻഡൊക്കെ വേറെ എവിടെയൊക്കെ ആയിരുന്നു. അതിലൊക്കെ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. ആ നശിച്ച കല്യാണം കഴിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് കുറച്ച് നാളും കൂടെ അവൻ്റെ കൂടെ നിൽക്കാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. ആൻഡ് ഐ മിസ് ഹിം. ഞാൻ മരിക്കുന്നതിനോട് എനിക്ക് പേടിയില്ലായിരുന്നു, എനിക്കൊരു പേടിയും ഇല്ലായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു ഫിയറായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വിട്ട് പോകുന്നത്, അവരുടെ മരണം. പക്ഷെ എന്നാൽ പോലും അവിടെ എവിടെയും ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനുള്ള കാലം മൊത്തം അവരെൻ്റെ കൂടെ കാണുമെന്നുള്ള ഒരു അനാവശ്യ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. കോൺഫിഡൻസ് അല്ല, അത് എല്ലാവരും മനസ്സിലുള്ള ഒരു തോട്ടാണ്, നമ്മളത് ചിന്തിക്കില്ല. ആൻഡ് ഇപ്പോൾ അതും സംഭവിച്ചു, അതും ഫേസ് ചെയ്തു. പക്ഷെ അറിയില്ല, എനിക്കിപ്പോൾ ഇതേപോലെ ബ്രദർ മരിച്ചതോ അല്ലെങ്കിൽ സിബ്ലിങ്സ് മരിച്ചതോ മകൻ മരിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് വോട്ട് ചെയ്യാൻ പോയപ്പോൾ ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറിനെ എനിക്കറിയാം. ആ ടീച്ചറിൻ്റെ മകൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഒരേ ഒരു മോനായിരുന്നു അവരുടെ.
ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇപ്പോൾ എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയെയാണ് ഞാൻ അവരെ കാണുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര ഒരു കാര്യം, അതിന് മുമ്പ് വരെ ഞാൻ അവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതിനു ശേഷം ഞാൻ അവരെയൊക്കെ കാര്യം നമ്മൾ ആ വേദന മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം നമ്മൾ നോക്കുമ്പോൾ ഓക്കെ അവരിതോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ജോലിക്ക് പോകുന്നു, അവർ ബാക്ക് ടു നോർമലായി, അവരവനെ മറന്നു എന്നൊക്കെ പറയാം. കാര്യം നമുക്ക് അത് അനുഭവിച്ചവർക്കറിയാം അവർ ആക്ച്വലി ഗോ ത്രൂ ചെയ്യുന്നത് എന്തിലൂടെയാണെന്ന്. സോ പുറത്തു നിന്നൊന്നും കണ്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ആൻഡ് ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഞാൻ ഓഫാക്കിയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഫ് യു ആർ ഫീലിംഗ് ടു കമൻറ്റ് എനിത്തിങ് ഗുഡ് ടു me and my family or my brother, എൻ്റെ അനിയന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. ആൻഡ് yeah, thank you so much. Thank you for watching. Bye.